നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ചരിത്രത്തിലാദ്യമായി മലയാളി സാന്നിധ്യം. കോട്ടയം സ്വദേശി സോജൻ ജോസഫാണ് ലേബർ പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചത്. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ച ആവണിപ്പാടം കാർഷിക പദ്ധതിക്ക് തുടക്കം. ചേർത്തല തെക്ക് പഞ്ചായത്തിലെ തിരുവിഴേശൻ കൃഷിക്കൂട്ടത്തിലാണ് പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങ് നടന്നത്. കായംകുളത്തെ റോഡുകളുടെ ദുരവസ്ഥ പരിഹരിക്കാൻ നടപടി വേണമെന്ന ആവശ്യം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും. നടപടിയില്ലെങ്കിൽ സമരം ശക്തിപ്പെടുത്തുമെന്ന് മുന്നറിയിപ്പ്. തകഴി പടഹാരം റോഡിന്റെ ദുരവസ്ഥ പരിഹരിക്കാൻ നടപടിയില്ലെന്ന് പരാതി. ഊഴിയിളകി കുഴമ്പ് രൂപത്തിലായ റോഡിലൂടെയുള്ള കാൽനടയാത്ര പോലും ദുഷ്കരം. നാട്ടുകാർക്കിടയിൽ പ്രതിഷേധം ശക്തം. കായംകുളത്ത് വീട്ടുവളപ്പിലെ കുളത്തിൽ വീണ വിദ്യാർത്ഥിനി മരിച്ചു. പത്തിയൂർക്കാല ശിവനയനത്തിൽ ശിവപ്രസാദിന്റെ മകൾ 18 വയസ്സുള്ള ലേഖ പ്രസാദാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ചരിത്രത്തിലാദ്യമായി മലയാളി സാന്നിധ്യം. തെരഞ്ഞെടുപ്പിൽ കോട്ടയം സ്വദേശിയായ സോജൻ ജോസഫ് ലേബർ പാർട്ടി സ്ഥാനാർത്ഥിയായി വിജയിച്ചു. ലേബർ പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിച്ച കോട്ടയം സ്വദേശി സോജൻ ജോസഫ് വിജയിച്ചു. ആഷ്ഫോർഡ് മണ്ഡലത്തിൽ നിന്നാണ് സോജൻ ജോസഫ് ലേബർ പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചത്. കൺസർവേറ്റീവ് പാർട്ടി സ്ഥാനാർത്ഥി ഡാമിയൻ ഗ്രീനെയാണ് പരാജയപ്പെടുത്തിയത്. 49കാരനായ സോജൻ ജോസഫ് കോട്ടയം കൈപ്പുഴ സ്വദേശിയാണ്. നഴ്സായി ജോലി ചെയ്യുന്നതിനിടയിലാണ് രാഷ്ട്രീയത്തിൽ സജീവ സാന്നിധ്യമായത്. ഇന്ത്യയിൽ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയ ശേഷം 2001 സോജൻ ജോസഫ് ബ്രിട്ടനിൽ എത്തുന്നത്. 2015 ലേബർ പാർട്ടിയിൽ അംഗത്വമെടുക്കുന്നത്. പൊതുവെ കൺസർവേറ്റീവുകൾക്ക് ഭൂരിപക്ഷമുള്ള മണ്ഡലമായ ആഷ്ഫോർഡിൽ നിന്നും ഉള്ള ജയമാണ് സോജൻ ജോസഫ് കരസ്ഥമാക്കിയത്. ടൈം ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കുന്ന ആവണിപ്പാടം കാർഷിക പദ്ധതിക്ക് തുടക്കം. ചേർത്തല തെക്ക് പഞ്ചായത്തിലെ തിരുവിഴേശൻ കൃഷിക്കൂട്ടത്തിലാണ് ഉദ്ഘാടന ചടങ്ങ് നടന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജശ്രീ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. 25 സെന്റ് മുതൽ 1 ഹെക്ടർ വരെ സ്ഥലത്ത് പച്ചക്കറി, പൂക്കൃഷി, വാഴ, കിഴങ്ങുവർഗ്ഗങ്ങൾ, ചെറുധാന്യങ്ങൾ, നിലക്കടല, മറ്റ് കൃഷികൾ ചെയ്യുന്ന കർഷക JLG ഗ്രൂപ്പുകളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ആവണിപ്പാടം പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. 1000 രൂപ മുതൽ 27,000 രൂപ വരെ സബ്സിഡി തുക നൽകും. ഓണക്കാലത്തോടനുബന്ധിച്ച് വിളവെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നടന്ന ആവണിപ്പാടം കൃഷി പദ്ധതിയുടെ ജില്ലാതല വിത ഉത്സവം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയിൽ ഈ വർഷം ഓണമാകുമ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു വിപണന സ്റ്റാളും ഒരു ഫ്ലവർ ഷോയും കൂടി ഇതിൻ്റെ കൂടെ സംഘടിപ്പിക്കാമെന്നാണ്. നല്ല കർഷകരിൽ നിന്നും പൂവ് കളക്ട് ചെയ്ത് ഒരു ഫ്ലവർ ഷോ കൂടി ഇതിൻ്റെ കൂടെ സംഘടിപ്പിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ജില്ലയിലെ 23 ഡിവിഷനിലും മാതൃകയായിട്ടുള്ള കൃഷിത്തോട്ടം ചെയ്യാൻ തയ്യാറുള്ളവർക്ക് 1 ഹെക്ടറിന് 22,000 രൂപയാണ് നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. 1 ഹെക്ടറിന് 22,000 രൂപ സബ്സിഡി കൊടുത്തുകൊണ്ട്. അപ്പോൾ ഇവിടെ ആലോചിച്ചപ്പോൾ ഇവിടെ ജ്യോതിഷുണ്ട്, സുബകേശനുണ്ട്, സുജിത്തുണ്ട്, ധാരാളം കർഷകരുണ്ട്. നമ്മൾ അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ആർക്കാണോ ഈ രീതിയിൽ ചെയ്യാൻ താല്പര്യമുള്ളത് അവർക്ക് ഇതിനാവശ്യമായുള്ള സബ്സിഡി കൊടുത്തുകൊണ്ട്, ഇതിപ്പോൾ ഓണക്കാലത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടല്ല, നമ്മൾ സ്ഥിരമായിട്ട് എല്ലാ പച്ചക്കറിയും ഇത്തരത്തിലുള്ള പച്ചക്കറിയോടൊപ്പം വാഴ, ചേമ്പ്, കപ്പ ഇതെല്ലാം നമ്മൾ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആദ്യം ഒരു മോഡലായിട്ടിപ്പോൾ ഓണക്കാലത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ജില്ലാ പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി അധ്യക്ഷ ബിനു ഐസക് രാജു അധ്യക്ഷത വഹിച്ചു. ചേർത്തല തെക്ക് തിരുവിഴേശൻ കൃഷിക്കൂട്ടം 3 ഏക്കർ പൂക്കൃഷിയും 14 ഏക്കർ പച്ചക്കറി കൃഷിയും നടത്തും. ജ്യോതിഷ്, അനിലാൽ എന്നിവരുടെ കൃഷിക്കൂട്ടമാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ജില്ലാ പഞ്ചായത്തിലെ 23 ഡിവിഷനിലും ഈ പദ്ധതി നടത്തുന്നതിനുള്ള അവസരമുണ്ട്. അതാത് കൃഷിഭവനുകളിൽ ജൂലൈ 15 മുമ്പായി ഗ്രൂപ്പുകൾ രജിസ്റ്റർ ചെയ്യണം. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ്, കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് BG മോഹനൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് R റിയാസ്, V ഉത്തമൻ, അഡ്വക്കേറ്റ് PS ഷാജി, ചേർത്തല തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിനിമോൾ സാംസൺ, വൈസ് പ്രസിഡന്റ് നിബു S പത്മം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ OP അജിത, തോമസ് ഏരശ്ശേരി, ജയറാണി ജീവൻ, കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രജനി ദാസപ്പൻ, ചേർത്തല തെക്ക് പഞ്ചായത്ത് അംഗം ബെൻസിലാൽ, കൃഷി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർമാരായ L പ്രീത, സുജ ഈപ്പൻ, കൃഷി അസിസ്റ്റന്റ് സുനിൽകുമാർ,
ബി സലിം, ഇലഞ്ഞിയിൽ രാധാകൃഷ്ണൻ, ജ്യോതിഷ് മറ്റത്തിൽ, അനിലാൽ, ശരണ്യ എസ് നായർ, ജേക്കബ് തറയിൽ, ബോബൻ കാട്ടശ്ശേരി, ദുർഗാദാസ്, മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ് ചേർത്തല. കായംകുളത്തെ റോഡുകളുടെ ദുരവസ്ഥ പരിഹരിക്കാൻ നടപടിയില്ലെന്ന് ആക്ഷേപം. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. നടപടിയില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് മുന്നറിയിപ്പ്. തകർന്നു കിടക്കുന്ന കരിയിലക്കുളങ്ങര പത്തിയൂർ ഫാക്ടറിപ്പടി റോഡ്, കരിയിലക്കുളങ്ങര മാവിലേത്ത് റോഡും പുനർനിർമ്മിച്ച സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട പത്തിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കരിയിലക്കുളങ്ങര ജംഗ്ഷനിൽ നിന്നും പ്രതിഷേധ മാർച്ച് നടത്തി. റോഡിൽ വെള്ളക്കെട്ടിൽ പ്രതീകാത്മകമായി പേപ്പർ വള്ളം ഒഴുക്കിയാണ് പ്രതിഷേധിച്ചത്. ഏറെ നാളായി ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള കരിയിലക്കുളങ്ങര എരിവ ഫാക്ടറിപ്പടി റോഡ് തകർന്നു കിടക്കുകയാണ്. കരിയിലക്കുളങ്ങര മാർക്കറ്റിലേക്ക് നൂറുകണക്കിന് ആളുകൾ നിത്യേന ഇതുവഴി കടന്നു പോകുന്നുണ്ട്. റോഡിൽ വലിയ ഗർത്തം രൂപപ്പെട്ട് ഇതിൽ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥിതിയാണ്. നിരവധി പേർ ഈ കുഴിയിൽ വീണ അപകടങ്ങളും സംഭവിക്കുന്നത് നിത്യസംഭവമാണ്. ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീജിത്ത് പത്തിയൂർ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ഫാക്ടറി പടിക്കൽ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു ജനകീയ പ്രതിഷേധ സൂചനാ സമരമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആശ്രയിക്കുന്ന കരിയിലക്കുളങ്ങര പത്തിയൂർ കശുവണ്ടി ഫാക്ടറി റോഡ് എത്രയും വേഗം സഞ്ചാരയോഗ്യം ആക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭിപ്രായപ്പെടുവാനുള്ളത്. പഞ്ചായത്ത് അധികൃതരും ഈ സർക്കാരും കായംകുളം MLAയും ഈ വിഷയത്തിൽ ഉണർന്നു പ്രവർത്തിക്കണം എന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവശ്യപ്പെടാനുള്ളത്. മണ്ഡലം പ്രസിഡന്റ് ആമ്പക്കാട്ട് സുരേഷ് അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് T സൈനുൽ അബ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി. N രാജശേഖരൻപിള്ള, രാജീവ് വലിയത്ത്, ഏവൂർ പ്രമോദ്, M കൃഷ്ണപ്രസാദ്, CP തോമസ്, മാടവൻ ഷാജി, ദീപക് എരുവ, ആദർശ് മഠത്തിൽ, കൈതാനത്ത് തുളസിദാസ് തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ടൈം ന്യൂസ് ആലപ്പുഴ. തകഴി പടഹാരം റോഡിന്റെ ദുരവസ്ഥ പരിഹരിക്കാൻ നടപടിയില്ലെന്ന് പരാതി. പൂഴിയിളകി കുഴമ്പ് പരുവത്തിലായ റോഡിലൂടെയുള്ള കാൽനട യാത്ര പോലും ദുഷ്കരം. പ്രതിഷേധവുമായി നാട്ടുകാർ. ഇത് റോഡാണ്, എന്നാൽ ഇതിലെ യാത്ര ചെയ്യാൻ സർക്കസ് അഭ്യാസം തന്നെ പഠിക്കണം. കഴിഞ്ഞ 5 മാസക്കാലമായി നാട്ടുകാർ അഭ്യാസം നടത്തിയാണ് ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്നത്. പുനർനിർമ്മിക്കാനായി റോഡ് പൊളിച്ചിട്ട് തകഴി പടഹാരം റോഡിനാണ് ഈ ദുരവസ്ഥ. 5 മാസം മുൻപാണ് പുനർനിർമ്മിക്കാനായി ഈ റോഡ് പൊളിച്ചത്. തകഴി ജംഗ്ഷൻ മുതൽ വടക്കോട്ട് പടഹാരം വരെയുള്ള 3 കിലോമീറ്റർ റോഡാണ് പുനർനിർമ്മിക്കാനായി 5 മാസം മുമ്പ് പൊളിച്ചിട്ടത്. കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത് മാതാ ഫണ്ട് ഉപയോഗിച്ചാണ് റോഡ് പുനർനിർമ്മിക്കുന്നത്. പുനർനിർമ്മിക്കുമ്പോൾ റോഡ് ഉയരുന്നതിനാൽ വൈദ്യുത ലൈനുകൾ മാറ്റി സ്ഥാപിക്കാൻ KSEB എസ്റ്റിമേറ്റ് തയ്യാറാക്കാത്തതാണ് പുനർനിർമ്മാണത്തിന് തടസ്സമായി നിൽക്കുന്നത്. KSEB എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിന് മുൻപ് തന്നെ റോഡ് പൊളിച്ചതാണ് നാട്ടുകാരെ യാത്രാ ദുരിതത്തിലാഴ്ത്തിയത്. കരുവാറ്റ കുപ്പപ്പുറം റോഡിനെ ബന്ധിപ്പിക്കുന്ന ഈ റോഡിലൂടെ സ്കൂൾ വിദ്യാർത്ഥികളടക്കം നൂറുകണക്കിന് പേരാണ് യാത്ര ചെയ്യുന്നത്. മഴ ശക്തമായതോടെ റോഡാകെ തകർന്നു കിടക്കുകയാണ്. പടഹാരം പാലത്തിന് കിഴക്ക് ഭാഗത്തു കൂടിയാണ് നാട്ടുകാർ പ്രധാനമായും റോഡിലേക്ക് കയറുന്നത്. ഈ റോഡും മഴ കഴിഞ്ഞതോടെ ചെളി രൂപപ്പെട്ട് കാൽനട യാത്രയ്ക്ക് പോലും കഴിയാത്ത രീതിയിലായി. അത്യാസന്ന നിലയിലായ ഒരാളെ ആശുപത്രിയിൽ എത്തിക്കാൻ ഓട്ടോറിക്ഷ പോലും ഇതിലൂടെ വരില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഞങ്ങൾക്ക് അരി പോലും പൊടിക്കാൻ പോകാൻ സ്ഥലമില്ല, ഗ്യാസ് വന്ന സ്ഥലമില്ല, വരാനെടുക്കാൻ ഞങ്ങൾക്ക് അതൊക്കെയാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. രോഗം വന്നാൽ ഞങ്ങൾക്കൊന്ന് പോകാൻ സ്ഥലമില്ല, ഒരു വണ്ടി വരത്തില്ല, ഒരു വഴിയും ഞങ്ങൾക്കില്ല. ഈ ദൂരത്തിൽ കിടന്ന് ഞങ്ങൾ കിടന്ന് കളിക്കും. നടന്നു പോകാൻ പോലും പറ്റാത്ത, നിങ്ങൾ കണ്ടില്ലേ, നടന്നു പോകാൻ പറ്റുന്നില്ല. ഇവിടെ തീരെ മോശമായിട്ട് ഇപ്പോൾ കുറേ ദിവസമായി വണ്ടി ഓടിച്ച് നമുക്ക് വണ്ടിയുടെ എല്ലാം പോയി. ഒരു വണ്ടി ഓടിച്ച് മുഴുവൻ കംപ്ലൈൻറ്റാണ്. വണ്ടി ഇതിനകത്തൂടെ ഓട്ടം ഒരു അത്യാവശ്യം വരുമ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോകാൻ പോലും നമുക്ക് പറ്റാത്തൊരവസ്ഥയെത്തി. ഇത് എപ്പോഴും ഞങ്ങൾ കുറേ പ്രാവശ്യം ഇതിൻ്റെ അധികാരികളോട് പറഞ്ഞാണ് ഇത് പൊളിച്ചിട്ട് ഇവിടുന്ന് അങ്ങോട്ടാണെങ്കിലും തകഴിക്കുള്ള 2-3 കിലോമീറ്റർ റോഡ് അവർ പൊളിച്ചിട്ടിട്ട് ഇതുവരെ അതിനെക്കുറിച്ച് ഒരു തീരുമാനമായിട്ടില്ല. പൊളിച്ചിട്ട് അവർ ഇന്ന് പണിയും നാളെ പണിയും, അതിൻ്റെ മെറ്റൽ കൊണ്ട് അടിച്ചിട്ടിട്ട് ഇതുവരെ ഒന്ന് ലെവൽ ചെയ്യാൻ പോലും ഒരു തയ്യാറല്ല. ഞങ്ങൾക്കൊന്ന് നടന്നു പോകണം, ആശുപത്രിയിൽ പോകണം, ഈ 2 കാര്യമുള്ളൂ. അല്ല ഞങ്ങൾക്ക് വേറെ ഒന്നും ഇതിൻ്റെ അകത്ത് റോഡ് വേണമെന്നുമില്ല, ഒന്നുമില്ല. പക്ഷേ ഇതൊന്ന് വഴിയൊന്നും ഉണ്ടാക്കി തരണം. ഇത് നടക്കാൻ മേല, പിന്നെ എടുത്തോണ്ടും പോകാൻ മേലാത്ത പരുവത്തിൽ കിടക്കുകയല്ലേ. വെറുതെ പൊളിച്ചിട്ട് നല്ല റോഡ് പൊളിച്ചു കളഞ്ഞു. ഓക്കെ, അപ്പം തന്നെ ഒരു പുതിയ റോഡ് പണിയാണോ ഓക്കെ ആയിരുന്നു. റോഡ് പണിയാതെ പൊളിച്ചിട്ട് പ്ലാനിങ്, അതിനുശേഷം അവർ ആലോചിക്കുന്നത് KSEB പോസ്റ്റുകൾ ചെറുതായിപ്പോയി, അത് വലുതാക്കണം. അത് പ്രശ്നങ്ങളായി. പിന്നെ KSEB സപ്പോർട്ടില്ല, ഇവർക്ക് സപ്പോർട്ടില്ല. ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് റോഡ് വെറും ശോചനാവസ്ഥയിലാണ്. വണ്ടി പിടിച്ചാൽ പോലും ഒരു ഓട്ടോക്കാരൻ പോലും വരത്തില്ല അവസ്ഥ. ഇതിലൂടെ ഓടുന്ന വാഹനങ്ങൾക്ക് എല്ലാ ദിവസവും അറ്റകുറ്റപ്പണി നടത്തേണ്ട സ്ഥിതിയുമാണ്.
മുൻപ് പടഹാരത്ത് നിന്നും 5 മിനിറ്റ് കൊണ്ട് വാഹനത്തിൽ തകഴിയിൽ എത്താമായിരുന്നു. ഇപ്പോൾ റോഡ് തകർന്നു കിടക്കുന്നതിനാൽ മണിക്കൂറുകളെടുത്താണ് നാട്ടുകാർ യാത്ര ചെയ്യുന്നത്. 2-3 മാസമായിട്ട് ഈ കുഴിയിൽ കിടന്ന് കളിക്കുക. ഓട്ടോറിക്ഷ ഓടാൻ പോലും പറ്റുന്നില്ല. കഴിയിൽ 3 കിലോമീറ്റർ ഉണ്ട്. ഞങ്ങൾ പട്ടിണി, എല്ലാവരും ഓട്ടോറിക്ഷക്കാരെല്ലാം പട്ടിണി. ഒരാശുപത്രി കൊണ്ടുപോകാനോ ഒന്നും വരുന്നില്ല. പാലക്കാർ ഇങ്ങോട്ട് വരുന്നേ ഇല്ല. അവർ വന്ന് എന്തെങ്കിലും ചെളിയാക്കി ഇട്ടിട്ട് പോവും. ഞങ്ങൾക്ക് ഒരു രക്ഷയില്ല. റോഡ് നിർമ്മാണത്തിനായി ഇറക്കിയിട്ട മെറ്റൽ കൂനയിൽ കാട് പിടിച്ചു തുടങ്ങി. എന്നിട്ടും അധികാരികൾക്ക് കുലുക്കമില്ല. മഴ ശക്തി പ്രാപിച്ചതോടെ ഓരോ ദിവസം കഴിയും തോറും റോഡ് തകർന്നുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരുടെ ദുരിതവും ഏറുകയാണ്. മാസങ്ങളായി പ്രദേശവാസികൾ അനുഭവിക്കുന്ന യാത്രാ ദുരിതത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ സമരം സംഘടിപ്പിച്ചു. എന്നിട്ടും അധികാരികൾക്ക് അനക്കമില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ടൈം ന്യൂസ്, തകഴി. അരൂർ തുറവൂർ ആകാശപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട യാത്രാക്ലേശം നേരിൽ ബോധ്യപ്പെടാൻ അമിക്കസ് ക്യൂറി എത്തി. അരൂർ മുതൽ തുറവൂർ വരെ 4 മണിക്കൂർ നേരം സഞ്ചരിച്ച് ജനങ്ങളുടെ പരാതികൾ കേട്ടു. 8-ാം തീയതി ഹൈക്കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. ദേശീയപാതയിൽ അരൂർ തുറവൂർ ഉയരപാതയുടെ നിർമ്മാണം നടക്കുന്നത് മൂലമുള്ള യാത്രാ ദുരിതം പരിശോധിക്കാൻ ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി എത്തി. അഡ്വക്കേറ്റ് വിനോദ് ഭട്ടാണ അരൂർ ബൈപ്പാസ് കവല മുതൽ തുറവൂർ വരെ പരിശോധന നടത്തി 4 മണിക്കൂറോളം ജനങ്ങളുടെ പരാതി കേട്ടത്. സംഘടനകളും ജനപ്രതിനിധികളും ഓട്ടോ ഡ്രൈവർമാരും യാത്രക്കാരും ദുരിതങ്ങൾ പങ്കുവച്ചു. റിപ്പോർട്ട് 8-ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. നിലവിൽ കോൺക്രീറ്റ് ചെയ്ത സ്ഥലങ്ങളിലൂടെ ഒരു വരിയിൽ ഗതാഗതം അനുവദിക്കുന്നതിനൊപ്പം 1 മീറ്റർ വീതിയിൽ കാൽനട സൗകര്യം ഒരുക്കുക, വെള്ളക്കെട്ട് ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രധാനമായും ഉന്നയിച്ചത്. ദേശീയപാത പ്രോജക്ട് ഡയറക്ടർ പി പ്രദീപും കരാർ കമ്പനി പ്രതിനിധികളും അമിക്കസ് ക്യൂറിയോടൊപ്പം ഉണ്ടായിരുന്നു. ഉയരപാത നിർമ്മാണം നടക്കുന്നതിനിടയിലൂടെയുള്ള യാത്രാ ദുരിതം പരിഹരിക്കാത്തത് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ദേശീയപാത അതോറിറ്റിയെയും കളക്ടറെയും വിമർശിച്ചിരുന്നു. സ്ഥലം സന്ദർശിക്കാൻ അമിക്കസ് ക്യൂറിമാർക്കും അവർക്ക് വേണ്ട സൗകര്യമൊരുക്കാനും ദേശീയപാത അതോറിറ്റിക്കും നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ടൈം ന്യൂസ്, തുറവൂർ. കായംകുളത്ത് വീട്ടുവളപ്പിലെ കുളത്തിൽ വീണ വിദ്യാർത്ഥിനി മരിച്ചു. പത്തിയൂർക്കാല ശിവനയനത്തിൽ ശിവപ്രസാദിന്റെ മകൾ 18 വയസ്സുള്ള ലേഖ പ്രസാദാണ് മരിച്ചത്. ആലപ്പുഴയിൽ കരിയില കുളങ്ങരയിൽ പെൺകുട്ടി ചൂണ്ടയിടുന്നതിനിടയിൽ മരിച്ചു. കരിയില കുളങ്ങര സ്വദേശി ലേഖ പ്രസാദാണ് മരിച്ചത്. രാവിലെ 10 മണിയോടെ വീടിന് സമീപത്തെ കുളത്തിൽ ചൂണ്ടയിടുന്നതിനിടയിൽ കാൽ വഴുതി വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു. മൃതദേഹം കായംകുളം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. പത്തിയൂർക്കാല ശിവനയനത്തിൽ ശിവപ്രസാദിന്റെ മകളാണ് ലേഖ. +2 പരീക്ഷ കഴിഞ്ഞ് ഡിഗ്രിക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു പെൺകുട്ടി. ലേഖയ്ക്ക് നീന്തൽ അറിയില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ടൈം ന്യൂസ്, ആലപ്പുഴ. ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. ഈ മാസം അവസാനം പ്രഖ്യാപിച്ചിട്ടുള്ള പണിമുടക്കിന് മുന്നോടിയായിട്ടാണ് ധർണാ സമരം സംഘടിപ്പിച്ചത്. ശമ്പള പരിഷ്കരണം ഉൾപ്പെടെ മന്ത്രിതല ചർച്ചയിലെ പ്രഖ്യാപനങ്ങൾ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ ജീവനക്കാർ ധർണ നടത്തി. ഈ മാസം അവസാനം പ്രഖ്യാപിച്ചിരിക്കുന്ന പണിമുടക്കിന് മുന്നോടിയായാണ് ധർണ സംഘടിപ്പിച്ചത്. കേരള ബാങ്ക് ജീവനക്കാർക്ക് ലഭിക്കാനുള്ള DA കുടിശ്ശികയിൽ 20% ഉടൻ അനുവദിക്കണമെന്നും ജീവനക്കാരുടെ കുറവിന് അടിയന്തര പരിഹാരം കാണണമെന്നുമടക്കമുള്ള മന്ത്രിതല ചർച്ചയിലെ പ്രഖ്യാപനങ്ങൾ നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ ബാങ്ക് ഹെഡ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത്. കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് പ്രസിഡന്റ് AA ഷുക്കൂർ ധർണ ഉദ്ഘാടനം ചെയ്തു. ഈ തൊഴിലില്ലായ്മയുടെ സാഹചര്യത്തിൽ കേരളത്തിൽ തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന നിരവധി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥാപനമാണ് കേരള ബാങ്ക്. കാരണം തൊഴിൽ സാധ്യതകൾ ഏറെയുണ്ട്, പക്ഷെ നിയമനങ്ങൾ നടക്കുന്നില്ല. നിയമനങ്ങൾ നടക്കുന്നതും അതനുസരിച്ചുള്ള പ്രൊമോഷനുകൾ കൃത്യമായി നടക്കേണ്ടതും ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ ജീവനക്കാരോടുള്ള താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ, പൊതുവായ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമപരമായി സമയബന്ധിതമായി ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ ആ സമയബന്ധിതമായി ആ കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെന്റ് ഇതിന്മേൽ നടപടി എടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് P മണിക്കുട്ടൻ നായർ അധ്യക്ഷനായി. AKBEF ജില്ലാ ചെയർമാൻ സലീം, കേരള ബാങ്ക് പെൻഷനേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി K രാജീവൻ, VS അനിൽകുമാർ, H നാരായണൻ, K ശശീന്ദ്രൻ, MJ ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രഖ്യാപനങ്ങൾ നടപ്പാക്കിയില്ലെങ്കിൽ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ജൂലൈ 30, 31 തീയതികളിൽ ദ്വിദിന പണിമുടക്ക് നടത്തുവാനും സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ടൈം ന്യൂസ്, ആലപ്പുഴ. വായന മനുഷ്യനെ മികച്ച സാമൂഹിക ജീവിയാക്കി മാറ്റുന്നുവെന്ന് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി.
വായനാ പക്ഷാചരണത്തിൻ്റെ ഭാഗമായി ആലപ്പുഴ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൻ്റെ നേതൃത്വത്തിൽ മണ്ണഞ്ചേരിയിൽ സംഘടിപ്പിച്ച വായനാ പ്രശ്നോത്തരി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. അപ്പോൾ നല്ല മനുഷ്യരാകാനുള്ള പ്രക്രിയയുടെ ഭാഗമായുള്ള വിദ്യാഭ്യാസത്തിൽ നല്ല അറിവും വിവരവും വിജ്ഞാനവും നേടാൻ വായന കൂടി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. വായന മനുഷ്യനെ മികച്ച സാമൂഹിക ജീവിയാക്കി മാറ്റുന്നുവെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി പറഞ്ഞു. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ലിറ്റിൽ കൈറ്റ്സുമായി സഹകരിച്ച ജില്ലാ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി നടത്തിയ തത്സമയ പ്രശ്നോത്തരി മണ്ണഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാജേശ്വരി. വായിച്ചു വളരാം, സമ്മാനം നേടാം തത്സമയ പ്രശ്നോത്തരിയിൽ വിവിധ സ്കൂളുകളിൽ നിന്നായി 150-ൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ആർ റിയാസ് അധ്യക്ഷനായി. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ എസ് സുമേഷ്, പ്രധാനാധ്യാപിക കെ എസ് ജ്യോതികുമാരി, അധ്യാപിക പി കെ കൃഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു. അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ സൗമ്യ ചന്ദ്രൻ ക്വിസ് അവതരിപ്പിച്ചു. പറവൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന പരിപാടിയിൽ പ്രധാനാധ്യാപിക എൻ മായ, അധ്യാപകരായ സുജ ജോസഫ്, കെ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളിൽ വായന പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. സാഹിത്യമേഖലയിലെ അധികാരിയെക്കുറിച്ച് ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് നിർമ്മിച്ച ഡോക്യുമെന്ററിയും പ്രദർശിപ്പിച്ചു. വിദ്യാർത്ഥികളോട് തത്സമയം ചോദ്യങ്ങൾ ചോദിച്ച് ആദ്യം ഉത്തരം പറയുന്നവർക്ക് അവിടെ വെച്ച് തന്നെ പുസ്തകങ്ങൾ സമ്മാനമായി വിതരണവും ചെയ്തു. ടൈം ന്യൂസ്, ആലപ്പുഴ. വായനാ മാസാചരണത്തിന്റെ ഭാഗമായി കളവങ്കോടം കരപ്പുറം മിഷൻ യു പി സ്കൂളിൽ സംഘടിപ്പിച്ച പത്രങ്ങളുടെ പ്രദർശനം ശ്രദ്ധേയമായി. 1890 മുതലുള്ള പത്രങ്ങളാണ് പ്രദർശനത്തിൽ ഒരുക്കിയിരുന്നത്. ഇതോടൊപ്പം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അനുസ്മരണവും നടത്തി. കേരള ചരിത്രത്തിലെ ആദ്യകാല മലയാള ദിനപത്രങ്ങളുടെ ശേഖരം പ്രദർശനത്തിനായി നിരത്തിയപ്പോൾ യുവതലമുറകൾക്ക് പുത്തനറിവും അതിലുപരി ആവേശവുമായി. ചേർത്തല കളവങ്കോടം കരപ്പുറം മിഷൻ യു പി സ്കൂളിലാണ് വായനാ വാരാചരണത്തിന്റെ സമാപനവും തിരക്കഥാകൃത്ത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ 116ാമത് ജന്മദിനവും പ്രമാണിച്ച സ്കൂളിൽ പഴമയുടെ പൊരുൾ തേടി വേറിട്ട പ്രദർശനം അധികൃതർ ഒരുക്കിയത്. റിട്ടയർഡ് വില്ലേജ് ഓഫീസർ കൂടിയായ മുണ്ടക്കയം അമ്പലത്തിനാൽ AS മുഹമ്മദാണ് യുവതലമുറയ്ക്ക് പഴമയുടെ പുതിയ അറിവിന്റെ ശേഖരങ്ങളുടെ കെട്ട് തുറന്നത്. മഹാത്മാഗാന്ധിയും ഇന്ദിരാഗാന്ധിയും വെടിയേറ്റു മരിച്ച വാർത്തയുടെ തലക്കെട്ടുകളുള്ള വിവിധ പത്രങ്ങളും ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ വാർത്ത മുതൽ മരണം വരെയുള്ള വാർത്തകൾ അടങ്ങിയ പത്രങ്ങളും പ്രദർശനത്തിൽ കണ്ടത് വിദ്യാർത്ഥികൾക്ക് പുത്തൻ അനുഭവമായി. 1997 മദർ തെരേസ മരണത്തിന് കീഴടങ്ങിയ വാർത്തയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട വാർത്തകളും അടങ്ങിയ പത്രങ്ങളും പ്രദർശനത്തിലുണ്ടായിരുന്നു. കേരളത്തിലെ വിവിധ സ്കൂളുകളിലായി 150ഓളം പ്രദർശനങ്ങൾ മുഹമ്മദ് നടത്തി. 1.5 പതിറ്റാണ്ട് മുതൽ തുടങ്ങിയ ഹരമാണ് മുഹമ്മദിന്റെ പഴയ പത്രങ്ങൾ ശേഖരിക്കുക എന്നത്. പത്രങ്ങൾക്ക് വേണ്ടി അനവധി യാത്രകളും നടത്തി. ഓരോ ബുക്ക് സ്റ്റാളുകളും സുഹൃത്തുക്കളും കേന്ദ്രീകരിച്ചുമാണ് മുഹമ്മദ് പഴയ പത്രങ്ങൾ ശേഖരിച്ചിരുന്നത്. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും പുറത്തിറങ്ങിയ ചെറുതും വലുതുമായ 216ഓളം വ്യത്യസ്ത പത്രങ്ങൾ മുഹമ്മദിന്റെ ശേഖരത്തിലുണ്ട്. പത്രങ്ങൾ കൂടാതെ 1500-ലധികം ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും തന്റെ കയ്യിലുണ്ടെന്നും ഇന്റർനെറ്റിനെയും മറ്റ് സാങ്കേതിക വിദ്യകളുടെയും ചുവട് പിടിച്ചു നടക്കുന്ന യുവത്വത്തെ വായനയുടെയും ചരിത്രത്തിന്റെയും ലോകത്തേക്ക് ആകർഷിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും മുഹമ്മദ് പറഞ്ഞു. കേരളത്തിൽ 2002-ലെ ഇയർ ബുക്ക് കണക്ക് പ്രകാരം 216 മലയാള ദിനപത്രങ്ങളാണുള്ളത്. ഞാൻ എൻ്റെ പരിശ്രമഫലമായിട്ട് ഒരു 160 മലയാള ദിനപത്രങ്ങൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള യാത്രയ്ക്കിടയിൽ കണ്ടെത്തുവാൻ സാധിച്ചിട്ടുണ്ട്. ഈ പത്രം ശേഖരിക്കുവാനുണ്ടായ കാരണങ്ങൾ, പത്രങ്ങളിലൂടെ ചില ആൾക്കാർ പത്ര കട്ടിങ്ങുകൾ ശേഖരിക്കുന്നു, ചിലർ നാണയം ശേഖരിക്കുന്നു, ചിലർ മൊബൈൽ ശേഖരിക്കുന്നു, ചിലർ റേഡിയോ ശേഖരിക്കുന്നു, ചിലർ പഴയകാല ലാമ്പുകൾ ശേഖരിക്കുന്നു. ഇതിൽ നിന്നും വ്യത്യസ്തമായി എന്ത് ശേഖരിക്കാം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ കടന്നു പോയപ്പോഴാണ് ചെറിയൊരു പത്രപ്രദർശനം ശ്രദ്ധയിൽപ്പെടുകയും അതിൻ്റെ ഫലമായി ഇതുപോലുള്ള 160 മലയാള ദിനപത്രങ്ങൾ ശേഖരിക്കുകയും അതിൻ്റെ പ്രദർശനം സ്വന്തം നാടായ മുണ്ടക്കയത്തിലെ CMS LP സ്കൂളിൽ നിന്നും പ്രദർശനം ആരംഭിച്ച് കഴിഞ്ഞ ദിവസം കോട്ടയം ബേക്കർ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ മുന്നിൽ വരെ ഏകദേശം 150ഓളം പ്രദർശനങ്ങൾ നടത്തുവാൻ സാധിച്ചിട്ടുണ്ട്. മാഞ്ഞുപോയ അധ്യായങ്ങളെ വരും തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ള മഹത്തായ ലക്ഷ്യം. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ ചേർത്തല ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ AS ബാബു ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് NB സ്റ്റാലിൻ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ മാനേജർ ഫാദർ തോമസ് K പ്രസാദ്, പ്രധാനാധ്യാപിക PS സന്ധ്യ, സ്റ്റാഫ് സെക്രട്ടറി ലിൻസി മേരി പോൾ എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. വിശ്വകഥാകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന് സ്മരണാഞ്ജലി. ബേപ്പൂർ സുൽത്താൻ ഓർമ്മയായിട്ട് 30 വർഷം. പ്രിയപ്പെട്ട കഥാകാരന് നാടിൻ്റെ സ്മരണാഞ്ജലി. വിശ്വസാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന് ഓർമ്മപ്പൂക്കൾ. ബേപ്പൂർ സുൽത്താൻ എന്ന സാധാരണക്കാരൻ്റെ കഥാകാരൻ ഓർമ്മയായിട്ട് 30 ആണ്ടുകൾ പിന്നിടുന്നു. ഇമ്മിണി ചെറിയ വലിയ മനുഷ്യനായിരുന്നു മലയാളത്തിൻ്റെ പ്രിയ കഥാകാരൻ മുഹമ്മദ് ബഷീർ.
1908 ജനുവരിയിൽ വൈക്കം തലയോലപ്പറമ്പിലായിരുന്നു ജനനം. ഗാന്ധിയൻ ചിന്തകളിലൂടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാവുകയും ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയും ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു. ഹാസ്യം കൊണ്ടും കുട്ടിത്തം കൊണ്ടും ചിന്തകൾ കൊണ്ടും സാധാരണക്കാരൻ്റെ പ്രിയ കഥാകാരനായ മുഹമ്മദ് ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട്, മതിലുകൾ, പ്രേമലേഖനം തുടങ്ങിയ നിരവധി രചനകൾ മൊഴിമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. 1982 രാജ്യം അദ്ദേഹത്തെ പത്മഭൂഷൺ നൽകി ആദരിച്ചു. 1994 ജൂലൈ 5 ബഷീർ കഥാവശിഷ്ടനാകുന്നത്. ടൈനൂസ് വൈക്കം. ചേർത്തല താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ വായനാ പക്ഷാചരണവും കെ ദാമോദരൻ അനുസ്മരണവും സംഘടിപ്പിച്ചു. ലൈബ്രറി കൗൺസിൽ അംഗം മാലൂർ ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ജൂൺ 19 വ്യാപകമായി PN പണിക്കരുടെ അനുസ്മരണ പരിപാടികൾ നടന്നിട്ടുണ്ട്, എപ്പോഴും നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഒരുപാട് സാഹിത്യകാരന്മാർ, കലാകാരന്മാരൊക്കെയാണ്. അതിലിപ്പോൾ ഇടപ്പള്ളി രാഘവൻ പിള്ളയുണ്ട്, കവിയാണ്. പിന്നെ തിരുനെല്ലൂർ കരുണാകരനുണ്ട്, കവിയാണ്. പിന്നെ കിടാമംഗലം സദാനന്ദനുണ്ട്, നമ്മുടെ ഗാഥിക ചക്രവർത്തിയെന്നോ വിശേഷിപ്പിക്കാവുന്ന കിടാമംഗലത്തിൻ്റെ പ്രശസ്ത നല്ല നാടകാചാര്യന്മാരായിട്ടുള്ള ജയശങ്കരപ്പിള്ളയുണ്ട്, പൊൻകുന്നവർക്കുണ്ട്. നോവലിസ്റ്റുകളായിട്ടുള്ള P. കേശവദേവുണ്ട്, ബഷീറുണ്ട്, NB മുഹമ്മദുണ്ട്. ഇങ്ങനെ എല്ലാവരുടെയും ദിവസങ്ങൾ എടുത്തിട്ട് എല്ലാ ദിവസങ്ങളും ഓരോ ദിവസങ്ങൾ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ കെ ദാമോദരൻ ത്യാഗോജ്വലമായ ജീവിതത്തിലൂടെ ജനമനസ്സുകളിൽ ചിരപ്രതിഷ്ഠ നേടിയ നേതാവാണെന്ന് അദ്ദേഹം പറഞ്ഞു. വിദ്വാൻ കെ രാമകൃഷ്ണൻ അധ്യക്ഷനായി. ലൈബ്രറി കൗൺസിൽ താലൂക്ക് ജോയിന്റ് സെക്രട്ടറി ND ഭാസ്കരൻ കെ ദാമോദരൻ അനുസ്മരണം നടത്തി. ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KP നന്ദകുമാർ, NB രവീന്ദ്രനാഥ്, SV ബാബു, TV വിജയൻ, PV ദിനേശൻ, MC അപ്പുക്കുട്ടൻ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ടൈനൂസ് മുഹമ്മ. CPMന്റെ നേതൃത്വത്തിൽ മുഹമ്മയിൽ CK ഭാസ്കരൻ അനുസ്മരണം സംഘടിപ്പിച്ചു. ദീർഘനാൾ മുഹമ്മയെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റും CPM നേതാവുമായിരുന്നു CK ഭാസ്കരൻ. മുഹമ്മയിൽ നടന്ന അനുസ്മരണ പരിപാടി CPM ജില്ലാ സെക്രട്ടറി R. നാസർ ഉദ്ഘാടനം ചെയ്തു. CPIM നേതാവും മുഹമ്മ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന CK ഭാസ്കരൻ്റെ 10ാം ചരമവാർഷികം ആചരിച്ചു. ദിനാചരണ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കല്ലാപ്പുറത്ത് CK ഭാസ്കരൻ്റെ വീട്ടിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു. CPIM ജില്ലാ സെക്രട്ടറി R. നാസർ ഉദ്ഘാടനം ചെയ്തു. വലിയ ദുരിതപൂർണമായ ജീവിതമായിരുന്നു. പ്രത്യേകിച്ച് പിന്നോക്കക്കാർ, പട്ടികജാതിക്കാർ, ഇങ്ങനെയുള്ള ജനവിഭാഗങ്ങളാണ് മഹാഭൂരിപക്ഷം നമ്മുടെ പ്രദേശത്ത്. അവരെല്ലാം വലിയ ദുരിതം അനുഭവിച്ചിട്ടുണ്ട്. ദുരിതം മാത്രമല്ല, അവർ സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ട ഒരു ജനവിഭാഗമായിരുന്നു. അവർക്ക് വഴി നടക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല, മാറു പറയിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല, ഷർട്ടിടാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല, വീശ വയ്ക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല, ക്ഷേത്രത്തിൽ പോകാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല, പള്ളിക്കൂടത്തിൽ പോകാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് ശരിക്ക് പ്രവർത്തിച്ചു തുടങ്ങി. അപ്പോൾ അന്ന് ആ പ്രവർത്തനം നടത്തുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഉയർന്നു വന്ന നവോത്ഥാന പ്രസ്ഥാനം, ശ്രീനാരായണ പ്രസ്ഥാനം. ജയലാൽ അധ്യക്ഷനായി. DYFI മുൻ സംസ്ഥാന സെക്രട്ടറി T. ശശിധരൻ മുഖ്യപ്രഭാഷണം നടത്തി. KR ഭഗീരഥൻ, S. രാധാകൃഷ്ണൻ, P. രഘുനാഥ്, CK സുരേന്ദ്രൻ, D. ഷാജി, T. ഷാജി, K. സലിമോൻ, സ്വപ്ന ഷാബു, KD അനിൽകുമാർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ടൈനൂസ് മുഹമ്മ. ആലപ്പുഴ ജില്ലയിലെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളുടെ തുടക്കക്കാരനായ മുഹമ്മയിലെ CK ഭാസ്കറിന് സ്മരണാഞ്ജലി അർപ്പിച്ച പാലിയേറ്റീവ് പ്രവർത്തകർ. CK ഭാസ്കരൻ്റെ 10ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് മുഹമ്മയിലെ വീട്ടിലാണ് പാലിയേറ്റീവ് പ്രവർത്തകർ ഒന്നിച്ചത്. മനസ്സു നന്നാവട്ടെ, മതഭേദങ്ങളുമാവട്ടെ, മാനവഹത്തിൻ പിടരട്ടെ. മനസ്സു നന്നാവട്ടെ, മനസ്സു നന്നാവട്ടെ. സാന്ത്വന പരിചരണ മേഖലയിൽ ധാരാളം സംഘടനകൾ നിലവിലുണ്ടെങ്കിലും ഇനിയും കിടപ്പിലായവർ പരിചരണം ലഭിക്കാതെ കഴിയുന്നുവെന്നാണ് കണക്കുകളും പഠനങ്ങളും നൽകുന്ന റിപ്പോർട്ട്. ജില്ലയിൽ 100-ലധികം സന്നദ്ധ സംഘടനകൾ പാലിയേറ്റീവ് പരിശീലനം നൽകി നിലവിൽ വരേണ്ടതുണ്ട് എന്ന് ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയർ കേരളയുടെ പ്രസിഡന്റ് പ്രദീപ് കുറ്റനാട് പറഞ്ഞു. ത്രിതല പഞ്ചായത്തിന്റെ സഹകരണത്തോടെ നിലവിൽ ജില്ലയിലുള്ള പ്രവർത്തന പോരായ്മകൾ പരിഹരിക്കുന്നതിന് ജില്ലാ പഞ്ചായത്ത് പരിശീലനം നൽകിയ സന്നദ്ധ സേനയുടെ സേവനം നിലവിൽ സന്നദ്ധ പ്രവർത്തകർ ഇല്ലാത്ത മേഖലയിൽ ഉപയോഗിക്കുന്നതിനും വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്ന് IAPC ജനറൽ സെക്രട്ടറി CB ഷാജികുമാർ ആവശ്യപ്പെട്ടു. ഡോക്ടർ സൈറു ഫിലിപ്പ്, ഡോക്ടർ ചിത്ര വെങ്കടേഷ്, ഡോക്ടർ
സുഭാഷ്, ഡോക്ടർ അനീഷ് എന്നിവർ വിവിധ ക്ലാസുകൾ നയിച്ചു. ആലപ്പുഴ ജില്ലാ ഇനിഷ്യേറ്റീവ് ഇൻ പാലിയേറ്റീവ് കെയർ പ്രസിഡന്റ് എം റഫീഖിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ മുൻ MP അഡ്വക്കേറ്റ് എ മാരിഫ്, അഡ്വക്കേറ്റ് റിയാസ്, PK മേദിനി, AAPC സെക്രട്ടറി അബ്ദുൾ അസീസ് എന്നിവർ സംസാരിച്ചു. ടൈനൂസ് മുഹമ്മദ്. പ്രസിദ്ധമായ ചേർത്തല വാർനാട് ദേവീക്ഷേത്രത്തിൽ ദേവവൃക്ഷങ്ങളുടെ നടീൽ സമർപ്പണം നടന്നു. ഇതോടൊപ്പം പരിസ്ഥിതി സെമിനാറും ഒരുക്കിയിരുന്നു. പ്രസിദ്ധമായ ചേർത്തല വാർനാട് ദേവീക്ഷേത്രത്തിൽ ദേവവൃക്ഷങ്ങളുടെ നടീൽ സമർപ്പണം സംഘടിപ്പിച്ചു. വനം വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പരിസ്ഥിതി സെമിനാറും ദേവവൃക്ഷങ്ങളുടെ നടീൽ സമർപ്പണവും സംഘടിപ്പിച്ചത്. ആലപ്പുഴ സോഷ്യൽ ഫോറസ്റ്റ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ TS സേവ്യർ തൈനടിയിൽ ഉദ്ഘാടനം ചെയ്ത പരിസ്ഥിതി സന്ദേശം നൽകി. നിങ്ങൾക്കറിയാം, സുനാമി വന്ന സമയത്ത് ഒരാളെങ്കിലും രക്ഷപ്പെട്ടത് ഒരു തെങ്ങിൻ്റെ മുകളിൽ കയറിയിട്ടാണെന്ന് പത്രത്തിൽ വാർത്തയുണ്ടായി. അവിടെ അവസാനത്തെ ശ്വാസം വലിക്കാൻ ഒരു മരം ആണ് അവന് കാവലാളായിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്കറിയാം, ഭൂമിയുടെ കഥകളൊന്നും ഞാൻ പറയുന്നില്ല. ഓക്സിജൻ തരുന്ന ആ മരം തന്നെ, നിനക്ക് വലിക്കാനുള്ള ശ്വാസം തരുന്ന മരം തന്നെ നിനക്ക് കൈത്താങ്ങായി മാറുന്നതിൻ്റെ കഥ നമ്മൾ സുനാമിയിൽ കണ്ടതാണ്. അതാണ് മരത്തിൻ്റെ പ്രത്യേകത. അവസാന നിമിഷം നമ്മളെ കാത്തിരിക്കുന്നത് ഈ മരങ്ങളായിരിക്കും. ഒരു വിറകുകൊള്ളിയാണെങ്കിൽ പോലും ഒരു മരം മാത്രമേ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവൂ. ഈ ഒരു പരമമായ സത്യത്തിൽ ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥ നമ്മളിലേക്ക് വരുമ്പോഴാണ് നമ്മൾ സംസ്കാരചിത്തരായി മാറുന്നത്. ദേവസ്വം പ്രസിഡന്റ് KN ഉദയവർമ്മ അധ്യക്ഷനായി. ട്രഷറർ PN നടരാജൻ, വൈസ് പ്രസിഡന്റുമാരായ വെള്ളിയാകുളം പരമേശ്വരൻ, MR വേണുഗോപാൽ എന്നിവർ ആശംസകൾ നേർന്നു. ദേവസ്വം സെക്രട്ടറി P അനിൽകുമാർ സ്വാഗതവും സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ MM മധുസൂദനൻ നന്ദി പറഞ്ഞു. ടൈം ന്യൂസ് ചേർത്തല. തണ്ണീർമുക്കം പഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്തയും കർഷക സംഗമവും ഒരുക്കി. പഞ്ചായത്ത് പ്രസിഡന്റ് G ശശികല ഉദ്ഘാടനം ചെയ്തു. ഞാറ്റുവേല എന്ന് പറയുമ്പോൾ ഏത് കമ്പ് ഒടിച്ച് നട്ടാലും അത് കേൾക്കുന്ന ഒരു അവസരമാണ്. നമ്മുടെ എല്ലാവരെയും സംബന്ധിച്ച് നോക്കുമ്പോഴേക്കും നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് വളരെ പ്രാധാന്യത്തോടുകൂടെ തന്നെയാണ് നമ്മൾ ഈ തിരുവാതിര ഞാറ്റുവേലയെ കാണുന്നത്. ഋതുക്കൾ മാറി വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും ചിങ്ങമാസത്തിലെ തിരുവോണ നാളിന് നമ്മളെല്ലാം വളരെ ഭംഗിയായിട്ട് ഓണം ആഘോഷിക്കുമ്പോൾ അതിന് ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഒട്ടനവധി തൈകൾ ഈ ഞാറ്റുവേലയിൽ നടുന്നതിന് വേണ്ടിയിട്ട്, അത് പൂക്കൃഷിയാണെങ്കിലും പച്ചക്കറി കൃഷിയാണെങ്കിലും നമ്മുടെ പഞ്ചായത്തിൽ ആഗമനമുള്ള കർഷക സുഹൃത്തുക്കൾക്ക് നമ്മൾ കൊടുക്കുകയാണ്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈമോൾ കലേഷ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീന സുർജിത്ത്, ചെയർമാൻ സുരേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VK മുകുന്ദൻ, കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ സുജ ഈപ്പൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രവീൺ G പണിക്കർ, ശ്രീകാന്ത്, ജയാമണി ടീച്ചർ, ഷീല ടീച്ചർ, റെജിമോൾ, ചേർത്തല ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഷൈജ, കോട്ടയം കൃഷി വിജ്ഞാന കേന്ദ്രം മേധാവി ഡോക്ടർ ജയലക്ഷ്മി, ഡോക്ടർ ആശ, കൃഷി ഓഫീസർ ജോസഫ് ജെഫ്രി, ദീപ തുടങ്ങിയവർ സംസാരിച്ചു. കർഷക പരിശീലനം, കാർഷിക പ്രദർശനം, നടീൽ വസ്തുക്കളുടെ വിതരണം, പാരമ്പര്യ വിത്തുകളുടെ കൈമാറ്റം, മണ്ണ് പരിശോധന ക്യാമ്പയിനും തുടങ്ങിയവയും ചടങ്ങിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. ഫിലിപ്പൈൻസിൽ വെറ്റിനറി കോഴ്സിന് ചേർന്ന മകന്റെ പഠന ചെലവിന് കൂടുതൽ തുക ആവശ്യപ്പെടുന്നുവെന്ന് ആരോപണം. 15 ലക്ഷം രൂപ പറഞ്ഞിട്ട് 37 ലക്ഷം രൂപ ഈടാക്കി. സർട്ടിഫിക്കറ്റ് ലഭിക്കണമെങ്കിൽ വീണ്ടും പണം നൽകണമെന്ന് ആവശ്യപ്പെടുന്നു. അർത്തുങ്കൽ സ്വദേശിയായ കുരിശുങ്കൽ അലോഷ്യസും കുടുംബവുമാണ് പ്രതിസന്ധിയിലായത്. 2016 ഫിലിപ്പൈൻസിലെ വെറ്റിനറി സയൻസ് പഠനത്തിനായിട്ടാണ് പുത്രൻ പോയത്. സാമ്പത്തിക പ്രശ്നങ്ങളും കോവിഡ് പ്രോട്ടോക്കോളും മൂലം കോഴ്സ് നീണ്ടു 2024 തീർന്നിട്ടില്ല. ലാസ്റ്റ് എൻറോൾമെൻറ്റ് ഫീസ് അടച്ചാലേ നടക്കുകയുള്ളൂ. ഈ 10 ലക്ഷം രൂപ അടച്ചാലേ അവിടെ നിന്ന് യൂണിവേഴ്സിറ്റിയുടെ ഫീസ് അടക്കുക, വിസ പെനാൽറ്റി, പിന്നെ ഇതും കഴിഞ്ഞാലേ ആളിന് പോരാൻ പറ്റുള്ളൂ. ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടും. കൊടുത്തു, മറ്റേ മുരളീധരൻ മിനിസ്റ്ററിന് കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ എംബസി വഴിയെല്ലാം ബന്ധപ്പെട്ടിട്ടുണ്ട് അവർ. പക്ഷേ ഈ സാമ്പത്തിക പ്രശ്നം അല്ല, ഫീസ് അടക്കാതെ പരിപാടി തീരത്തില്ല. വിസ പെനാൽറ്റി അവിടുത്തെ ഒരു നിയമമാണ് യൂണിവേഴ്സിറ്റി. എല്ലാ വർഷവും വിസ പുതുക്കണം. അങ്ങനെ പിന്നെ പുതുക്കാൻ പറ്റിയില്ല. വിസ ഇല്ലാത്തതാണ് പ്രശ്നം. വെറ്റിനറി സയൻസ് കോഴ്സ് പഠിക്കുന്നതിനായി മേക്കിംഗ് ഡോക്ടേഴ്സ് ഹൈദരാബാദ് എന്ന ഏജൻസി വഴി ഫിലിപ്പൈൻസിലെ കോളേജിൽ കോഴ്സ് പഠനത്തിന് പോയ തൻ്റെ മകനെ കൂടുതൽ ഫീസും പിഴയും അടയ്ക്കാൻ സ്ഥാപനം നിർബന്ധിക്കുകയാണെന്ന പിതാവ്. യൂണിവേഴ്സിറ്റി പറഞ്ഞ 15 ലക്ഷം രൂപ കൃത്യമായ കാലയളവിൽ അടച്ചിട്ടുണ്ട്.
കോവിഡ് കാലത്തിന് ശേഷം നിർത്തിവെച്ച കോഴ്സ് പുനരാരംഭിച്ചപ്പോൾ വിവിധ ആവശ്യങ്ങൾ പറഞ്ഞ 37 ലക്ഷം രൂപ കൂടി അയച്ചിട്ടുണ്ടെന്ന് പരാതിയിൽ പറയുന്നു. വിസ കാലാവധി കഴിഞ്ഞ് ഹോസ്റ്റലിൽ നിന്നും പുറത്താക്കപ്പെട്ടു. ഇപ്പോൾ വിസ പുതുക്കുന്നതിനും മകൻ സാവിയോയ്ക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കാനും പുതുക്കാനുമായി 10 ലക്ഷം രൂപ കൂടി അയക്കണമെന്ന് സ്ഥാപനം ആവശ്യപ്പെടുന്നതായും ചില മലയാളികളുടെ കരുണയിലാണ് മകൻ അവിടെ കഴിയുന്നതെന്നും ഇതിനകം പണമടച്ച വകയിൽ വീട് വിൽക്കാനിടയായെന്നും തങ്ങൾ ഇതുമൂലം വാടക വീട്ടിലാണ് കഴിയുന്നതെന്നും സാവിയോയുടെ പിതാവ് പറയുന്നു. ടൈനോസ് ആലപ്പുഴ. തോട്ടിൽ കൂറ്റൻ പെരുമ്പാമ്പ്, ആശങ്കയിൽ നാട്ടുകാർ. ചേർത്തല വാർനാട് SP പുരം തോട്ടിലാണ് കൂറ്റൻ പെരുമ്പാമ്പിനെ കണ്ടത്. നാട്ടുകാർ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. തോടിന് സമീപമാണ് വേമ്പനാട് കായൽ ഉള്ളത്. കായലിൽ നിന്ന് ഒഴുകി വന്നതാകാം എന്നാണ് കരുതുന്നത്. തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്ത് വാരനാട് പാട്ടുകുളങ്ങര ഭാഗത്താണ് SP പുരം തോട് തുടങ്ങുന്നത്. ഇവിടെയാണ് പെരുമ്പാമ്പിനെ കണ്ടത്. SP പുരം തോടിനോട് ചേർന്ന് തന്നെയാണ് പല വീടുകളും സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ തന്നെ കുട്ടികൾ ഉൾപ്പെടെ വീടിന് പുറത്തിറങ്ങാതെ കഴിയുകയാണ്. പ്രദേശവാസികൾ വിവരം അറിയിച്ചതനുസരിച്ച് തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് മെമ്പർ പ്രവീൺ ജി പണിക്കർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി തിരച്ചിൽ നടത്തിയെങ്കിലും പാമ്പിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ചരിത്രത്തിലാദ്യമായി മലയാളി സാന്നിധ്യം. കോട്ടയം സ്വദേശി സോജൻ ജോസഫാണ് ലേബർ പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചത്. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ച ആവണിപ്പാടം കാർഷിക പദ്ധതിക്ക് തുടക്കം. ചേർത്തല തെക്ക് പഞ്ചായത്തിലെ തിരുവിഴേശൻ കൃഷിക്കൂട്ടത്തിലാണ് പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങ് നടന്നത്. കായംകുളത്തെ റോഡുകളുടെ ദുരവസ്ഥ പരിഹരിക്കാൻ നടപടി വേണമെന്ന ആവശ്യം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും. നടപടിയില്ലെങ്കിൽ സമരം ശക്തിപ്പെടുത്തുമെന്ന് മുന്നറിയിപ്പ്. തകഴി പടക്കാരം റോഡിന്റെ ദുരവസ്ഥ പരിഹരിക്കാൻ നടപടിയില്ലെന്ന് പരാതി. ഊഴിയിളകി കുഴമ്പ് രൂപത്തിലായ റോഡിലൂടെയുള്ള കാൽനട യാത്ര പോലും ദുഷ്കരം. നാട്ടുകാർക്കിടയിൽ പ്രതിഷേധം ശക്തം. കായംകുളത്ത് വീട്ടുവളപ്പിലെ കുളത്തിൽ വീണ വിദ്യാർത്ഥിനി മരിച്ചു. പത്തിയൂർക്കാല ശിവനയനത്തിൽ ശിവപ്രസാദിന്റെ മകൾ 18 വയസ്സുള്ള ലേഖ പ്രസാദാണ് മരിച്ചത്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.